മറ്റേ MP സ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിൽ നിന്ന് വിളിച്ച് മാറ്റിയില്ലേ, അതിനെതിരെ ക്ലീറ്റോ മച്ചമ്പി ഇന്ന് മേൽക്കടകത്തിൻ്റെ കമ്മിറ്റിക്കകത്ത് കത്തിക്കയറി പ്രസംഗിച്ചു. അങ്ങനെ മേൽക്കടവും മച്ചമ്പിയെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഡൽഹി വിളിച്ച് ആക്രാന്തിജിയോട് അതിൻ്റെ വിശദീകരണം തേടി. അപ്പോൾ എന്തോ യോഗ്യതാ പോരായ്മയെന്നെങ്ങാണ്ടാണ് അവിടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത്. മച്ചമ്പി അതിനകത്ത് തൃപ്തനല്ല, ഇവിടെ നിന്ന് ആരെങ്കിലും പാര പണിയാണ്, അതുകൊണ്ട് വിജിലൻസ് കേസ് അന്വേഷിക്കാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തു. മേൽക്കടവ് അംഗീകരിച്ചു. അങ്ങനെ കേസിന് പോകാൻ പോവാ. പിന്നെ ഇപ്പൊ എത്ര ദിവസമായി അത്, ഇനിയിപ്പൊ കേസിന് പോയപ്പോ ആൾക്കാരെ അന്വേഷിക്കാൻ പോവാ. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. പിന്നെ അതൊക്കെ ഇപ്പൊ ഒന്നും അറിയാൻ പറ്റില്ല. ഈ ചേട്ടത്തിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തോണ്ടാ. മച്ചമ്പിക്ക് നാട്ടിൽ ആരൊക്കെയോ കുറേ പേരെ സംശയമുണ്ട്. അവരുടെ എല്ലാം നമ്പർ നമ്മുടെ സൈബർ സെല്ലിന് കൊടുക്കാൻ പോവുക. കൂട്ടത്തിൽ ആക്രാന്തിയുടെ നമ്പരും കൊടുക്കും. അപ്പൊ വിളിച്ചാണ് പാര പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. അയ്യോ അയ്യോ എന്തയ്യോ അയ്യോ പുളി പുളിയോ? സാമ്പാറിന് പുളി ഇല്ല. അയ്യോ പക്ഷെ ദൈവമേ ടീച്ചറാ, എത്രയും വേഗം ക്ലീറ്റോനെ അതൊന്ന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കും. പ്ലാത്താങ്കര പള്ളിയിൽ 1000 മെഴുകുതിരിയാ ഞാൻ നേർന്നേക്കുന്നത്. ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരായാലും അവരെ തല പൊട്ടിത്തെറിക്കും. എന്താണ് നീ പറയണത് എന്റെ റൊണാൾഡോ? എന്തിനാ ഇങ്ങനെ തലയ്ക്ക് നട്ടപ്രാകുന്നത്? പിന്നെ അവര് മനുഷ്യരല്ലേ, അവർക്കും ഉണ്ടാവില്ലേ വേദനയും വിഷമമൊക്കെ, അവർക്ക് മക്കളുള്ളതല്ലേ. ആ വേദന വിഷമവും മക്കളും ഉള്ളവർ ഈ പാവം പിടിച്ചവൻ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേരെ എത്ര വർഷം കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കുന്നത്? അങ്ങേരെ എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തണ്ടേ? എടാ പക്ഷെ അവരുടെ മാനസികാവസ്ഥ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ അങ്ങനെ പറയരുത്. ഇങ്ങനെ പറയും, കേസ് കൊടുക്കും. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്. മച്ചമ്പി MP ആയിരുന്നെങ്കിൽ ഞാൻ ആരാ? PA. നമ്മുടെ ഫാമിലിയുടെ സെറ്റപ്പ് മാറുമോ? സെറ്റപ്പ് മാറിയാൻ മാറും. സെറ്റപ്പ് മാറും. ആ കണ്ടോ, മാറും. കേരളം ഞെട്ടാൻ പോകുന്ന ഒരു വാർത്ത ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കേൾക്കാം. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആരും വിളിക്കാനാണ്. എടി വഞ്ചകി, നീയും നിന്റെ ആങ്ങളെ കൂടെ ചേർന്നാണല്ലേ അപ്പൊ എന്റെ MP സ്ഥാനം കളഞ്ഞത്? മിസ്സസ് തങ്കങ്ങളിഡസ്. ക്ലീറ്റോ ഞാൻ അറിയാതെ മറ്റേ ഇത് അറിയാതെ സാമ്പാർ പൊടി ആന്ന് വിചാരിച്ചിട്ട് മല്ലിപ്പൊടി എടുത്തിട്ട്. പിന്നെ ക്ലീറ്റോ എന്ന് പറഞ്ഞത് മച്ചപ്പൊടിയില്ലല്ലോ. നീ കേൾക്കാത്ത കാര്യം പറയാൻ കേട്ടോ. അല്ല പിന്നെ 100 കൂട്ടം പണിയുള്ളപ്പോഴാണ് വർത്താനം. പണികൾ പെട്ടെന്ന് ആയിക്കും. നല്ല വിശപ്പുണ്ട്, ഞാൻ പെട്ടെന്ന്. ലില്ലി എടി അവനെന്തേ കനകൻ എന്തോ കെട്ടുകമ്പി നോക്കാൻ വേണ്ടി ചായപ്പിലോട്ട് പോണുണ്ട്. ഓ മനുഷ്യനവിടെ കയറെടുക്കാൻ നിൽക്കുമ്പോ അവന്റെ കെട്ടുകമ്പി എവിടെയാന്ന്? ചായപ്പിളി. ചേച്ചി വന്നേ. എന്താ എന്താ ടെൻഷൻ? എന്റെ മുഖത്തോ? എനിക്കൊരു ടെൻഷനും ഇല്ലല്ലോ. ചേച്ചി എന്തോ കണ്ട് പേടിച്ച പോലെ ഇരിക്കണല്ലോ. അയ്യോ, ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനെയും പേടിയില്ലാത്ത ഒരു ടെൻഷൻ ഇല്ലാത്ത ആളാ ഞാൻ. എനിക്ക് ഇന്നാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്തിനാ എനിക്ക് കയറെന്തിനാ? കയറോ? കയറോ? എനിക്കൊരു കഷ്ണം കയറ് വേണം. അതിനിപ്പോ നിന്നെ ബോധിപ്പിക്കണോ ഞാൻ? എന്തോ ടെൻഷനുള്ള പോലെ എനിക്ക് തോന്നിയതാ. അയ്യേ ഒട്ടുമില്ല, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞാൻ അവൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ.